ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ഒരുക്കിയ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. സാമൂഹിക സന്നദ്ധ സംഘടനയായ തണലും കേരളത്തിലെ 30-ലധികം ഡിസബിലിറ്റി സംഘടനകളും ഒത്തുചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. 21 ഡിസബിലിറ്റികളെ അനുഭവിച്ചറിയുന്നതിലൂടെ അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയാണ് ഈ ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ടുവേർഡ്സ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന പ്രമേയമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ മുന്നോട്ട് വെക്കുന്നത്. ഡിസബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മകളിലൊന്നാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ. ഡിസബിലിറ്റി എന്നത് ഒരു വ്യക്തിയുടെ പോരായ്മയോ ചികിത്സിച്ച് മാറ്റേണ്ട രോഗമോ ആണെന്ന മെഡിക്കൽ മോഡൽ സങ്കല്പത്തെ ഈ ഫെസ്റ്റിവൽ തള്ളിക്കളയുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് വിധിയെന്നോ ജെനറ്റിക്സ് എന്നോ സയൻസ് എന്നോ എന്തും വിളിക്കാം. അങ്ങനെ എന്ത് പല രീതിയിൽ മനുഷ്യർ ജനിക്കും. പക്ഷെ ജനിച്ചു വീണ എല്ലാ മനുഷ്യർക്കും അവരുടെ ആ വൈവിധ്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ലോകത്തുണ്ടാവണം എന്നത് അടിസ്ഥാനപരമായി മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ്. സമൂഹമാണ് ഡിസബിലിറ്റിക്ക് കാരണം. വ്യക്തി അയാളല്ല, അയാൾ ഇരയാണ്. അയാൾ ഡിസേബിൾഡ് അല്ല, അയാൾ ഇരയായിത്തീരുന്നത് സമൂഹത്തിൻ്റെ ഡിസബിലിറ്റി കൊണ്ടാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിപുലമായ അക്കാദമിക് സെഷനുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ, ഹ്യൂമൻ ലൈബ്രറി, പുസ്തക പ്രകാശനങ്ങൾ, സ്റ്റാളുകൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും. 1-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, കോഴിക്കോട് മേയർ O സദാശിവൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.